പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദൈവത്തിലെ ഇന്ന് ഫെബ്രുവരി 18 ബുധനാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ യോഗ്യതയാൽ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ദൈവവേദനെ മനസ്സ്, ശരീരം, ആരോഗ്യം ഏതെല്ലാം മേഖലകളിലെ എൻ്റെ മക്കള് ഇന്ന് ഞെരുങ്ങുകയോ വിഷമിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ രക്തം നിങ്ങൾ തളിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിലെ വിങ്ങുന്ന മനസ്സാണ് നിങ്ങളുടെ എങ്കിൽ സാമ്പത്തിക തകർച്ച ഉള്ളത് കാരണം, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുടങ്ങിപ്പോയത് കാരണം, വരുമാന സ്രോതസ് അടഞ്ഞു പോയത് കാരണം, പഠിക്കേണ്ട കാര്യങ്ങളും വിസ പ്രോസസ്സിങ്ങും നാട്ടിലുള്ള പരീക്ഷകളും ടെസ്റ്റുകള് പരീക്ഷ
ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവരെ, എൻ്റെ വിഷയത്തിന് PSC ടെസ്റ്റ് പിടിച്ചെന്നെങ്കിലും ആഗ്രഹിക്കുന്നവരെ, അതെല്ലാം ഈ ഒറ്റ പ്രാർത്ഥനയുടെ ദൈവത്തിലെ നിന്നെ ദൈവം ഏറ്റെടുക്കുകയും നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിന്നെ സന്ധിക്കുകയും ചെയ്യും. നീ കടം കൊടുത്തിട്ടുള്ളവര്, അത് കിട്ടാത്തവർ, നിന്നോട് കടം വാങ്ങിച്ചിട്ടുള്ളവർ, അത് തരാത്തവർ, എല്ലാം കൊണ്ട് നീ ഞെരുങ്ങുന്ന വിഷയങ്ങളെല്ലാം കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മ നിന്റെ ഇന്നിൻ്റെ സങ്കടങ്ങളെ കണ്ണുനീരിനെ ഏറ്റെടുക്കുകയും എൻ്റെ ഈശോയുടെ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുകയും നീ ശക്തിപ്പെട്ട് രാത്രി തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ കൃപ നിന്നെ പിന്തുടരട്ടെ. പിതാമ്പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാമേ. വിശ്വാസത്തിന് 3 ഘടകങ്ങളുണ്ട്. ഒന്ന് വിശ്വാസത്തിൻ്റെത് വിശ്വാസ കൈമാറ്റം. കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം. പിന്നെ അത് പ്രൊഫഷൻ ഓഫ് ഫെയ്ത്ത്, മറ്റുള്ള മുമ്പിൽ കർത്താവിനെ ഏറ്റു പറയണം. ഇപ്പോൾ കരിസ്മാറ്റിക് മേഖലയിൽ വന്നപ്പോൾ കുറച്ച് ഏറ്റുപറച്ചിൽ കൂടിയിട്ടുണ്ട്. അത് ഒരു മറ്റ് പല മിഷൻ പ്രവർത്തനങ്ങളെക്കാളും വ്യത്യസ്തമായിട്ട് കരിസ്മാറ്റിക്കിന് തീവ്രമായ അഭിഷേകം കിട്ടിയവർ ഏറ്റു പറയാൻ വേണ്ടി കുറച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപവിപ്രവർത്തനങ്ങൾ, സുവിശേഷ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ഉടമ്പടിയുടെ കാലം വന്നപ്പോൾ വിശ്വാസ പ്രയോഗങ്ങൾ വന്നു. നമ്മുടെ വിശ്വാസം പ്രൊഫഷണൽ ഫെയ്ത്തിൻ്റെ തന്നെ ഒത്തിരി എക്സ്പ്രഷൻ രൂപങ്ങൾ വന്നു. പിന്നെ സുവിശേഷ കൈമാറ്റം മസ്റ്റാക്കി, ഓപ്ഷണൽ അല്ല. അത് വെദർ യു ഹാവ് given the grace or not, by the very person you are being Christian, you must proclaim gospel. അതാണ് ഉടമ്പടിയുടെ ഒരു നിലവാരം എന്ന് പറയുന്നത്. നിനക്കത് പ്രത്യേക ഗ്രേസ് കിട്ടിയാലും ഇല്ലെങ്കിലും നീ വത്തിക്കാൻ സുനദോസിൻ്റെ ബൈ ബാപ്റ്റിസം എവരി ക്രിസ്ത്യൻ മിഷണറി. അത് വെള്ളം കൊണ്ട് ജ്ഞാനസ്നാനമാകാം, വിശ്വാസം കൊണ്ട് ജ്ഞാനസ്നാനപ്പെട്ട ആളാകാം. നീ ക്രിസ്തുവിനെ അറിഞ്ഞോ, യു മസ്റ്റ് give to others your faith. അതാണ് ഉടമ്പടിയുടെ അത് വത്തിക്കാൻ സുനദോസിൻ്റെ നിലപാടാണത്. അല്ലാതെ ഒരു പ്രാർത്ഥിച്ച് ഒരു ഗ്രേസ് കിട്ടിയിട്ട് അവർ ജീവിത വിളിയായിട്ട് പ്രത്യേകം തിരഞ്ഞെടുത്ത് കുറേ പേരുടെ ഒരു സമൂഹം ഉണ്ടാക്കുകയല്ല. എവരിബഡി who are baptized in faith, they must be missionary. അതാണ് ഉടമ്പടിയുടെ രീതി എന്ന് പറയുന്നത്. അപ്പം ഇതിൽ വരുന്ന വിഷയം എന്ന് പറയുന്നത് മുൻതൂക്കങ്ങൾ, മിഷൻ പ്രവർത്തനങ്ങൾ കർത്താവിനെ അത് എപ്പോഴും മിഷൻ പ്രവർത്തനങ്ങൾ എപ്പോഴും ഈസിയല്ല. എല്ലാ കാര്യങ്ങളും ഇത്രയും നമുക്കുണ്ടായിട്ടുള്ള എല്ലാ രക്തസാക്ഷികളും മിഷണറി ജോലി ചെയ്ത രക്തസാക്ഷികളായവരാണ്. അപ്പം മിഷണറി ജോലി ചെയ്യുന്നവർക്ക് ആന്തരികമായ ബോധ്യമുണ്ട് അതിൻ്റെ പേയ്മെൻറ്റ് നടത്തേണ്ടി വരുമെന്ന്. പിന്നെ മിഷണറി ആകാൻ പറ്റത്തില്ല. പിന്നെ ക്യാപിറ്റൽ മിഷണറി ആയിട്ടുള്ള അല്ലെങ്കിലും നമുക്ക് മിഷണറി ജോലി ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായ വീടുകളിലും നമ്മുടെ തന്നെ ശരീരത്തിൽ, ഇപ്പം ഞങ്ങൾ തന്നെയാണെങ്കിലും വലിയ മിഷണറിയാണെന്ന് പറയണില്ല, എന്നാലും ചെയ്യണ മിഷൻ ജോലിയെല്ലാം നല്ല പേയ്മെൻറ്റിലാണ്. എനിക്കാണെങ്കിൽ നല്ല അസുഖങ്ങളൊക്കെ ഉണ്ട് പലതരത്തിലും. ഞാൻ അതുമായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് അസുഖമാണെന്ന് പറഞ്ഞാൽ പോയിട്ടില്ല. ആ സമയത്തും ആൾക്കാരെ പ്രാർത്ഥിക്കും. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് ആ ശുശ്രൂഷയുടെ കർത്താവ് എല്ലാവരും ഹീൽ ചെയ്യുമ്പോൾ അവൻ വൂണ്ടഡ് ഹീലറാണ്, മുറിവേറ്റവനായിട്ട് കിടക്കുന്നവനാണ് അവൻ. അപ്പം മുറിവിലൂടെയാണ് സൗഖ്യം എന്നുള്ള ബൈബിളിൻ്റെ ഒരു തിയറി ഉണ്ട്. അവൻ്റെ മുറിവിലാണല്ലോ നമ്മുടെ സൗഖ്യം എന്ന്. അപ്പം ഇത് വിശ്വാസത്തെ കുറച്ചുകൂടി ഗൗരവമായിട്ട് കാണുവാനും അതിനെ പിന്നെ ചുമ്മാ ഒരു പ്രാർത്ഥനാ പുസ്തകങ്ങൾ വായിച്ച് ദൈവത്തിനെ കേൾപ്പിക്കുന്ന ഒരു പ്രാർത്ഥന ക്രിസ്ത്യാനിയായിട്ട് റെഡ്യൂസ് ചെയ്യാതെ വിശ്വാസം പ്രൊക്ലെയിം ചെയ്യുന്ന, വിശ്വാസം സാക്ഷീകരിക്കുന്ന ആഴമുള്ള ക്രൈസ്തവരായിട്ട് മാറാൻ, അതാണ് നമുക്ക് അധികാരം നൽകണത്. അപ്പം നമുക്ക് ആഴമുള്ള വിശ്വാസം കൈമാറുന്നവരാണെന്ന് കണ്ടാൽ ദൈവം നമുക്ക് തരണത് അഭിഷേകത്തെക്കാൾ വലിയ സംഭവം തരും. അതിനാണ് അധികാരം എന്ന് പറയുന്നത്. ലൂക്ക 22:32. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഗെത്സെമനയിലെ ഭയങ്കര കഠോര സങ്കടങ്ങളുടെ സമയത്ത് പത്രോസിനെ ഈശോ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതാണ്. പിന്നെ പത്രോസിനെ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്? നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. അതാണ് വിഷയം. നമ്മളെ ഒരു കംപ്ലീറ്റ് വിശ്വാസി ആകുമ്പോൾ എന്താ ചെയ്യണത്?
നമ്മളെ തന്നെ അവശതകളിൽ നിന്നും, പിന്തിരിപ്പ മനോഭാവങ്ങളിൽ നിന്നും, നഷ്ടശിഷ്ട ബോധങ്ങളിൽ നിന്നും, ലാഭനഷ്ട കണക്കുകളിൽ നിന്നും, ആരോഗ്യ കണക്കുകളിൽ നിന്നും, കുടുംബത്തിൻ്റെ കലഹങ്ങളിൽ നിന്നൊക്കെ നമ്മൾ തിരിച്ചു വന്ന് എന്ത് ചെയ്യണം? നിന്റെ സഹോദരനെ ശക്തിപ്പെടുത്തണം. അപ്പം തിരിച്ചു വരവാണ് വിശ്വാസത്തിൻ്റെ ഒരു ഏറ്റവും വലിയ തിരിച്ചു വരവാണ്. എല്ലാവർക്കും തിരിച്ചു വരാൻ ഒത്തിരി ഇടങ്ങളുണ്ടല്ലോ. ചിലക്ക് കടങ്ങളായിരിക്കും. അയ്യോ ഞാൻ കടവന്ന് കഴിയട്ടച്ചാ. ചില അമ്മച്ചിമാർ ഉടമ്പടി എടുത്തിട്ട് എന്താ പറയണത്? അച്ഛാ ഉടമ്പടിയേ എൻ്റെ മകളെ പ്രസവിക്കാൻ വേണ്ടി വന്ന് നിൽക്കുക, അപ്പം അവളൊന്ന് പ്രസവിച്ച് പോയിട്ട് 90 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പച്ചത്തിരി നിലത്തിലേക്ക് കത്തിക്കാമെന്ന് വിചാരിച്ച്. അപ്പം അങ്ങനെ തിരിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഉടമ്പടി എടുത്തിടണം. പക്ഷെ അതല്ല, അങ്ങനെ പല ഉത്തരവാദിത്തങ്ങളും ഉണ്ടാകും. അതിൽ നിന്നും നീ തിരിച്ചു വരണം. എന്താണ് അതങ്ങനെ അതിൻ്റെ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്താൻ നീ തിരിച്ചു വരണം. കർത്താവിൻ്റെ ഏറ്റവും വലിയ വാക്കാണ് നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്തണം. നിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും അതുള്ളപ്പോൾ തന്നെ കർത്താവിന് വേണ്ടി മറ്റുള്ളവരെ ശക്തിപ്പെടുത്താൻ, വിശ്വാസത്തെ ഉയർത്താൻ ഒരു തിരിച്ചുവരവ് ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.